നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് തക്കാളിക്കറിയാണ്. ഒരു പ്രത്യേക രീതിയിൽ കൂടെ തന്നെ തക്കാളി തയ്യാറാക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും അത് കാണണം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിന് ആവശ്യമായ സാധനം തന്നെ തക്കാളി. ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 2-3 കൂട്ടം വെളുത്തുള്ളി തന്നെ അരിഞ്ഞാണ് കരിയാപ്പില. നമ്മൾ പറഞ്ഞത് ഇതൊരു പാത്രം, നമ്മൾ കടായി പോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇതെല്ലാം അങ്ങ് ഇടാം. അത് തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നമ്മളിട്ട് കരിയാപ്പില ഇതെല്ലാം നമ്മൾ അങ്ങ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ പരുവത്തിന് വേവാൻ മാത്രം. തക്കാളി ആകുമ്പോൾ പെട്ടെന്ന് വെന്തോളുമല്ലോ. അതിനകത്തോട്ട് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/4 സ്പൂൺ ഇട്ടാൽ മതി, ഒരുപാട് മഞ്ഞച്ചേവ വേണ്ട. 1 സ്പൂൺ മുളക് പൊടി ഇടാം. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് 1 സ്പൂൺ മുളക് പൊടി ഇടാം. പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം പാകത്തിന്. ഞാനിപ്പോൾ 1/2 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്കത് സ്റ്റൗ കത്തിക്കാം. ഒന്ന് ഇളക്കി വെച്ചൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവണം. നമുക്ക് അടച്ചു വെക്കാം. വെന്തിട്ട് വേണം ബാക്കി നമുക്ക് ചെയ്യാൻ. നമുക്കിനി ഇത് അരച്ച് ചേർക്കാം. നമ്മൾ തക്കാളി അതെല്ലാം വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങ എടുക്കാം. നമ്മൾ ഇത് അരമുറി തേങ്ങയാണിത്. നമുക്ക് ഇങ്ങോട്ട് ജാറിനകത്തോട്ട് ഇടാം. അത്ര നല്ലതായിട്ട് അരിയണ്ട, ഒന്ന് അരിഞ്ഞാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ കുറച്ച് കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്. മറന്നു പോയായിരുന്നു, കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്, 8-10 കൊച്ചുള്ളി ഉണ്ട്. നമുക്ക് അതിനകത്തോട്ട് 1/2 സ്പൂൺ ജീരകം ഇടാം. എന്നിട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയോട് ചേർക്കാം. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലേ, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി വേണ്ട. നമുക്ക് ഇച്ചിരി ഒന്ന് തേങ്ങയ്ക്ക് ഒരു കളർ കിട്ടാൻ മാത്രമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്താൽ മാത്രം മതി. നമുക്ക് ഇനി ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാം. ഒന്ന് വെള്ളം ഇച്ചിരി ഒന്ന് മതി. ഒരുപാട് അരയേണ്ട, എന്നാലും ഒന്ന് അരയണം. നമുക്കൊന്ന് അരയ്ക്കാം. ഇത് അരച്ചിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കാം. വേണ്ടേ, ശരി, നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി നോക്കാം നമ്മുടെ കറി തിളച്ചിട്ടുണ്ടോയെന്ന്. നമ്മുടെ തക്കാളി കറി തിളച്ചിട്ടുണ്ടോ നോക്കാം. തിളച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടേ, നമുക്കിനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. സമയം നമ്മൾ ഈ അരച്ചതുണ്ടല്ലോ ഇതിനകത്തോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒന്ന് ചുറ്റിച്ച് ജാറൊന്ന് കഴുകി ഒഴിക്കാം. വെള്ളമൊക്കെ ഒന്ന് ചുറ്റിച്ച് ജാറൊന്ന് കഴുകി ഒഴിക്കാം. ഒരുപാട് കുഴമ്പ് വെള്ളത്തിൽ ഇച്ചിരി ചാറ് വേണം, തക്കാളിക്കറി ആയതുകൊണ്ട്. അതുപോലെ ഇത് തിളയ്ക്കരുത്, ഒന്ന് ചൂടാക്കി മാത്രമേ എടുക്കാവൂ. ഇനി തേങ്ങ ആണെങ്കിൽ തിളച്ച് പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടാവി മാത്രമേ ചെയ്യാവൂ. ചൂടായിട്ടുണ്ട്. നമുക്കിനി കടു താളിക്കണം. ഒരു പാനിൽ നമുക്ക് വെക്കാം. ഒരു പാനിൽ വെച്ചിട്ടുണ്ട്, സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണെങ്കിലും എണ്ണ വേണം കടു താളിക്കുന്നതിന്. അതിനകത്തോട്ട് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. അല്പം കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഈ കൊച്ചുള്ളി, 2-3 വറ്റൽമുളക്, 2-3 കരിയാപ്പില ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് കൊച്ചുള്ളി ഇടാം. ചെറിയൊരു ബ്രൗൺ കളർ ആവണം. പിന്നെ പച്ചക്കറി ഇട്ടുള്ള ചെറിയൊരു ബ്രൗൺ കളർ ആവണം. അതിനകത്ത് നമുക്ക് ഈ കരിയാപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഈ 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കടു റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് എടുത്ത് നമുക്ക് ഈ കറിക്കകത്തോട്ട് നമുക്ക് ഒഴിക്കാം.
നമ്മുടെ തക്കാളി കറിയിലോട്ട് ഒഴിക്കാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തക്കാളി കറിയിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ച് വെക്കാം. അതിൻ്റെ എണ്ണയുടെ സ്മെല്ലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് നോക്കാം. കടുക് താളിച്ച് നമ്മളൊന്ന് അടച്ച് വെച്ചേക്കുവാണ്. അതിൻ്റെ എണ്ണയുടെ സ്മെല്ലൊക്കെ ഒന്ന് ആകാൻ വേണ്ടിയിട്ട്. ഏതാണ്ട് നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനെല്ലാം നല്ലതാണ്. തക്കാളി നമുക്ക് ഒഴിച്ചു കൂട്ടാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കും. ഞാൻ ഇച്ചിരി കട്ടിയിലല്ല, ഇച്ചിരി ലൂസിലാണ്. ചോറിന് ഒഴിക്കേണ്ട രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് എന്നെ കമൻ്റൊക്കെ അയക്കണം. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാവുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.